കെ അനിൽകുമാർ CPM നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അനിൽകുമാർ, മാത്യു കുഴൽനാടന്റെ ആരോപണം താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് CMRലുമായുള്ള ഖനനാനുമതി റദ്ദാക്കിയത് കേന്ദ്രത്തിന്റെ നിയമം വന്ന് 2019 ശേഷം 2023 അതായത് ഈ മാസപ്പടി വിവാദമൊക്കെ വന്നതിന് ശേഷമാണ്. അപ്പോൾ മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾ സാധൂകരിക്കുന്നതല്ലേ ഈ കാര്യങ്ങളെല്ലാം? മാത്യു കുഴൽനാടൻ ഓരോ ദിവസവും ഓരോ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് എന്ന് യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെ പല ആളുകളും ഇത് വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ AK ആന്റണിയുടെ കാലത്ത് ആണ് ഈ കുടത്തിൽ നിന്ന് ഈ ഭൂതത്തെ തുറന്നു വിട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് കരിമണൽ മേഖലയിൽ സ്വകാര്യ മേഖലയിലെ ഖനനത്തിന് ലീസ് അനുവദിക്കുന്നത്. കുഴൽനാട് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സർക്കാരിന്റെ ഭൂമി കൈമാറുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ലീസ് എന്ന് പറയുന്നത് എന്താണ്? സ്വകാര്യ ഭൂമിയിൽ ഖനനം നടത്താൻ അനുവദിക്കുന്നു മാത്രമേ ഉള്ളൂ. കാരണം ഏത് സ്വകാര്യ ഭൂമിയിലെയും ധാതുക്കൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ലീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി സർക്കാരിൻ്റെതല്ല. അതുപോലും അറിയാൻ വയ്യാതെയാണ് ഈ കുഴൽനാടൻ പത്രസമ്മേളനം നടത്തിയെന്ന് ഓർക്കുമ്പോൾ മലയാളികൾ ലജ്ജിക്കണ്ടേ? എന്നിട്ട് ആരോപണം ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ആരംഭിച്ചത് ബഹുമാനപ്പെട്ട AK ആന്റണിയാണ്. ശ്രീ അനിൽകുമാർ, എന്റെ ചോദ്യം വളരെ സ്ട്രേറ്റ് ആണ്. 2019 കേന്ദ്ര നിയമം വന്നു, പിന്നീട് എന്തുകൊണ്ട് ഇത്ര കാലതാമസം എടുത്തു? 2023 വരെ കാത്തിരിക്കേണ്ടി വന്നതാണ്. അതിന്റെ ഉത്തരം പറയാം. 2016 ഏപ്രിൽ മാസം 8-ാം തീയതിയാണല്ലോ കരിമണൽ ഖനനം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അവസാനമായി കരിമണൽ കമ്പനിക്ക് അനുകൂലമായി AK ആന്റണിയുടെ ലൈസൻസ് അല്ലെങ്കിൽ ലീസ് ശരിവെച്ചുകൊണ്ട് ഉത്തരവിട്ടത്. നിങ്ങൾ പറയുന്ന 2019 വരെ ഈ ഖനനം വിലക്കുന്ന എന്തെങ്കിലും നിലപാടുണ്ടായിരുന്നോ? എന്തുകൊണ്ട് ഖനനം നടന്നില്ല? 2016 സുപ്രീം കോടതി ഉത്തരവ് മുതൽ 2019 കേന്ദ്ര ഗവൺമെന്റ് ഖനനം വിലക്കുന്ന ഉത്തരവ് വരുന്നത് വരെയുള്ള 3 കൊല്ലക്കാലത്ത് ആരാണ് ഖനനം തടസ്സപ്പെടുത്തിയത്? പിണറായി സർക്കാർ. സുപ്രീം കോടതി ഖനനം നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടും കേരളത്തിൽ ഖനനത്തിന് അനുവദിച്ചില്ലല്ലോ. കേന്ദ്ര സർക്കാർ 2019 ഇപ്രകാരം റൂൾസിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഖനിജങ്ങളുടെ ഖനനവുമായി ബന്ധപ്പെട്ട് പൊതുമേഖല മാത്രമേ പാടുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന 2019 ഉത്തരവ് വരുന്നവരെ ആന്റണിയുടെ അനുവാദപ്രകാരം ഖനനം ഇഷ്ടം പോലെ നടത്താൻ അവർക്ക് അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ UDF സർക്കാർ ആയിരുന്നില്ല കേരളം ഭരിച്ചത് എന്നുകൊണ്ട് മാത്രമാണ് ഖനനം നടക്കാതിരുന്നത്. നിങ്ങൾക്കാർക്കും അത് അറിയേണ്ട കാര്യമില്ല, നിങ്ങൾക്കാർക്കും അത് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരും ഒരു ഖനനത്തിൽ കൂട്ടുനിന്നിട്ടുമില്ല. സർ, ഈ 2019 നിയമം വന്നല്ലോ, അതിനുശേഷം എന്തുകൊണ്ടാണ് ഇത്ര കാലതാമസം വന്നതെന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം പറയാം. 2019 നിയമം വരുമ്പോഴാണ് 2018 കേരള സർക്കാരിന്റെ വ്യവസായ നയം പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോ 2019 ചട്ടങ്ങളില്ല, കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങളില്ല. ആ വ്യവസായ നയം പ്രഖ്യാപിച്ചപ്പോൾ കേരള സർക്കാരിന്റെ മുന്നിൽ ഒരു വിധി നിൽക്കുകയാണ്, സുപ്രീം കോടതി വിധി. ആന്റണി ഉണ്ടാക്കി കൊടുത്ത സമ്പാദ്യമാണല്ലോ ആ വിധി, ഉമ്മൻചാണ്ടി ഉണ്ടാക്കി കൊടുത്ത സമ്പാദ്യമാണല്ലോ ആ വിധി. ആ വിധി നിൽക്കുമ്പോൾ വ്യവസായ നയം തയ്യാറാക്കി കേരള സർക്കാർ ആലോചിച്ചു എന്ത് വേണം. അപ്പൊ കേരള സർക്കാർ വ്യക്തമായി പറഞ്ഞു, ആ വിധി ഞങ്ങൾ നടപ്പാക്കില്ല. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? ഞങ്ങൾ പൊതുമേഖലയിൽ മാത്രമേ കേരളത്തിൽ ഖനനമുള്ളെന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ കൂടെ എഴുതിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇത്തരമൊരു വിധി നിലവിലുണ്ട് എന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട്. അത് വിധി നടപ്പാക്കാനല്ല, സുപ്രീം കോടതിയെ ലംഘിക്കുന്ന നില സ്വീകരിക്കാനാവില്ല കേരളത്തിന്. എന്നിട്ട് എന്ത് ചെയ്തു? കേരള സർക്കാർ അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയപ്പോൾ അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ബഹുമാനപ്പെട്ട സുധാകർ പ്രസാദ്. അദ്ദേഹം 2020 മെയ് മാസത്തിൽ നിന്നാണ് നിയമോപദേശം വായിക്കണം. അതിലെന്താ പറയുന്നത്? സുപ്രീം കോടതി വിധി കണക്കാക്കേണ്ടതില്ല, 2019 ചട്ടങ്ങൾ അനുസരിച്ച് കേന്ദ്ര സർക്കാർ പറയുന്നിട്ടുള്ള ചട്ടങ്ങൾ അന്തിമമായതുകൊണ്ട് സുപ്രീം കോടതി വിധി മറികടന്നുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. അങ്ങനെ കൃത്യമായ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം വരെ വാങ്ങിയ ഫയലാണത്. ആ ഫയലിൽ ബന്ധപ്പെട്ട വ്യവസായ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ നടപടിക്രമങ്ങൾ താമസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്?
ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആർക്കും കുറ്റം പറയാനാകാത്ത വിധം 3 കൊല്ലക്കാലം ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ് 2019 വരെ ഇഷ്ടം പോലെ ഖനനം നടത്താൻ ഈ കമ്പനിക്ക് ഇവിടെ അവകാശം ഉണ്ടായിരുന്നല്ലോ സുപ്രീം കോടതി വിധിച്ച പ്രകാരം. എന്തുകൊണ്ട് ഒരു തരി മണ്ണ് പോലും എടുത്തില്ല? നിങ്ങൾ ആരെങ്കിലും കാവൽ നിന്നുകൊണ്ടാണോ? കുഴലിനാണ് കാവൽ നിന്നത് കൊണ്ടാണോ? ഈ നാട്ടിലെ ഏതെങ്കിലും UDF കാവൽ നിന്നുകൊണ്ടാണോ മണ്ണെടുക്കാത്തത്? അത് നടപ്പാക്കാഞ്ഞത് കേരളത്തിലെ LDF സർക്കാർ ആയതുകൊണ്ടാണ്. ഈ മൈനിങ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയത് കൊണ്ടാണെന്നാണോ താങ്കളുടെ വാദകം? ഇപ്പോൾ മൈനിങ് വകുപ്പ് തന്നെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പ് അല്ലാതിരുന്നിട്ട് കൂടി ആ ഫയൽ വിളിച്ചു വരുത്താനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? വ്യവസായ വകുപ്പിനുമായി ബന്ധപ്പെട്ട ഒരു നയപ്രഖ്യാപനം വന്നു. ആ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇത് രേഖപ്പെടുത്തപ്പെടേണ്ട സാഹചര്യം വന്നു. സ്വാഭാവികമായും ആ ഘട്ടങ്ങളിലൊക്കെ ഇത് പരിശോധിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതി വിധിയുണ്ട്. അതിനെ എങ്ങനെ മറികടക്കണമെന്നുള്ള ആലോചിക്കും. ആ മറികടക്കാനുള്ള ഉന്നത തലത്തിൽ ആലോചന വരും. അതിന്റെ ഭാഗമായി അതിനെ മറികടക്കേണ്ടതിന് വേണ്ടിയുള്ള നിയമോപദേശം വാങ്ങി സർക്കാർ വെച്ചു. മറ്റൊരു യുദ്ധത്തിന് വരികയാണെങ്കിൽ ആ യുദ്ധം നടത്താൻ നമ്മൾ തയ്യാറായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ ദയവായി തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ കേസ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ 2016 ഏപ്രിൽ 8 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്ന ശേഷം ഈ CMRL കമ്പനിക്ക് ഖനനം നടത്താനുള്ള അനുമതി പ്രകാരം കരിമണൽ എടുത്തിരുന്നെങ്കിൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഒരാൾക്കും കുറ്റം പറയാൻ പറ്റില്ല. കാരണം കോടതി വിധിയാണ്. അത് വിലക്കിക്കൊണ്ട് പൊതുമേഖലയിൽ മാത്രം പരിമിതപ്പെടുത്തിയ തീരുമാനം വന്നത് 2019 അപ്പൊ 2016 മുതൽ 19 വരെ ആ ഖനനം നടക്കാത്തതിന് നന്ദി പറയേണ്ടത് പിണറായി വിജയനോടല്ലേ? സർ ആയിക്കോട്ടെ, പക്ഷേ ഈ മാസപ്പടി വിവാദമൊക്കെ വന്നതിന് ശേഷം ഇത്രയൊക്കെ ചർച്ചയായതിനു ശേഷം പെട്ടെന്ന് ഇതങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം എന്ന തോന്നൽ ഉണ്ടാവുകയായിരുന്നു. അല്ലല്ല, ഒരു കാര്യം വ്യക്തതയുണ്ട്. നിങ്ങൾ ഒരു കാര്യം ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല. അതിന് കാരണം എന്താണ്? 2019 ചട്ടം വന്നതോടുകൂടി വ്യക്തത വന്നു. പക്ഷെ അതിനു മുമ്പ് തലയ്ക്ക് മേലെ ഒരു ഏക്കയാനൻ ഉണ്ടാക്കിയ ഒരു കൊസ്രാക്കൊള്ളിയുടെ ഭാഗമായ വാള് തലയ്ക്ക് മേലെ ഇരിപ്പുണ്ട്. സുപ്രീം കോടതി വിധി. അതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സംശയം വരും. ഉദ്യോഗസ്ഥന്മാർ തീരുമാനം എടുക്കണം എന്ത് വേണം? അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കണം എന്ത് വേണം? നിയമപരമായ പരിശോധനയിലേക്ക് അവർ പോകും. അതിന് അതിൻ്റെതായ കാലതാമസങ്ങൾ എടുക്കും. അത് ഇതുമായിട്ട് എന്താ ബന്ധം? എന്റെ ചോദ്യം, ഈ ചർച്ചയിൽ നിങ്ങൾ ഒരു അവതാരക എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുക. എനിക്ക് ഉത്തരം പറയേണ്ട ചോദ്യം ഇതാണ്, പ്രേക്ഷകരും അറിയേണ്ട ചോദ്യം ഇതാണ്. 2016 ഏപ്രിൽ 8 സുപ്രീം കോടതി വിധി വന്നത് മുതൽ 2019 കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾ വരുന്നത് വരെ കരിമണൽ ഖനനം നടക്കാത്തതിന് ആരോടാണ് നന്ദി പറയേണ്ടത്? കുഴൽനാടനോടാണോ പിണറായി വിജയനോടാണോ?